ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് എടുക്കുന്നത് സ്റ്റാൻഡേർഡ് 7th ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ബാക്കി ഭാഗമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ അല്ലേ, എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഇതിൻ്റെ മുന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണുക കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ചില്ലി പ്ലാൻ ഗിവൺ ബിലോ. എന്താണ് താഴത്ത് കൊടുത്തിരിക്കുന്ന ഈ മുളക് ചെടികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വെറൈറ്റി 1 വെറൈറ്റി 2 ആണ് കേട്ടോ. അത് രണ്ടും കണ്ടില്ലേ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് പ്ലാന്റ്? ഓരോന്നിലും എന്തെല്ലാം പ്രത്യേകതകളുണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുക. റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. ഇഫ് വി ക്യാൻ പ്രൊഡ്യൂസ് എ ചില്ലി പ്ലാൻ വിച്ച് ഹാസ് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് വെറൈറ്റീസ്, വാട്ട് ക്വാളിറ്റീസ് വിൽ ഇറ്റ് ഹാവ്? നോട്ട് ദം ഇൻ ദ സയൻസ് ഡയറി. എന്താണ് ഈ രണ്ട് ഇനങ്ങളുടെ ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പെക്യുലാരിറ്റീസ് ഉണ്ടാകും നിങ്ങളെ ബുക്കിൽ എഴുതുക. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് സച്ച് എ സാപ്ലിങ്സ് ആർ ദ മെത്തേഡ്സ് ദാറ്റ് വി ഹാവ് ലേൺ സോ ഫാർ സൂട്ടബിൾ ഫോർ ദിസ്? എന്താണ് ഇത്തരത്തിലൊരു തൈ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട രീതികൾ അനുയോജ്യമാണോ? വാട്ട് ഇഫ് വി ക്യാൻ പ്രൊഡ്യൂസ് സീഡ്സ് ദാറ്റ് ഹാവ് ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പ്ലാന്റ്സ്? രണ്ട് ചെടികളുടെയും നല്ല ഗുണങ്ങൾ അടങ്ങിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാലോ? Seeds are formed through pollination. You are familiar with the different types of pollination. Observe the illustration of pollination in a pumpkin plant. നോക്കൂ, എന്താണ് ഈ പൊളിനേഷൻ എന്ന് പറഞ്ഞാൽ പരാഗണം എന്ന് കേട്ടില്ലേ? അപ്പോൾ രണ്ട് ചെടികളുടെയും നല്ല ഗുണങ്ങൾ അടങ്ങിയ വിത്ത് ഉൽപ്പാദിക്കാൻ സാധിച്ചാൽ നോക്കാം അല്ലെ. പരാഗണം വഴിയാണല്ലോ നമുക്ക് എന്ത്, അതായത് പൊളിനേഷൻ വഴിയാണല്ലോ നമുക്ക് വിത്ത് ഉണ്ടാകുന്നത് അല്ലെ. വിവിധ പൊലിനേഷൻ നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. മത്തൻ ചെടിയിലെ ഈ പൊലിനേഷൻ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നോക്കോ, കണ്ടില്ലേ? പോളൻ ഗ്രെയിൻസ് അല്ലെ, സെൽഫ് പോളിനേഷൻ അത്. ഓക്കെ, ഇതോ പോളൻ ഗ്രെയിൻസ് ക്രോസ് പോളിനേഷൻ ആണ് അല്ലെ. ഇത് അടുത്തടുത്തായതുകൊണ്ട് സെൽഫ് പോളിനേഷൻ നടത്തും, ഇത് കുറച്ച് വിട്ടായതുകൊണ്ട് എന്താണ് ക്രോസ് പോളിനേഷൻ ആണ് അല്ലെ. Is it in self-pollination or cross-pollination that the qualities of both the plants are combined? Why? എന്താണ് ഈ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷത്തിലാണ് രണ്ട് സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? എന്തുകൊണ്ടാണ്? ഇതിൽ ഏതിനാണ് എന്താണ്, അതായത് സെൽഫ് പോളിനേഷനിലാണോ ക്രോസ് പോളിനേഷനിലാണോ ഈ രണ്ട് പ്ലാന്റ്സിന്റെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? എന്തുകൊണ്ട്? What kind of pollination should be carried out to produce a chilli plant that will have the qualities of both the chilli plants? എന്താണ് ഇവിടെ പറയുന്നത്? രണ്ട് മുളക് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ ഏത് തരം പൊളിനേഷൻ ആണ് നടക്കേണ്ടത്? അതായത് രണ്ട് മുളക് ചെടിയുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാകാൻ ഏത് തരം പൊളിനേഷൻ ആണ് നടക്കേണ്ടത്? If pollination take place through insects, can we be sure that it happened between chilli plant we have selected? എന്താണ് ഈ പ്രാണികൾ വഴി പൊളിനേഷൻ നടന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത ഈ മുളക് ചെടികൾ തമ്മിലാണ് പൊളിനേഷൻ നടന്നത് എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ഇഫ് നോട്ട്, ക്യാൻ ക്രോസ് പൊളിനേഷൻ ബി ഡൺ ആർട്ടിഫിഷ്യലി? എന്താണ് അങ്ങനെയല്ലെങ്കിൽ നമുക്ക് എന്താ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്താക്കുക പൊളിനേഷൻ നടത്താൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ നോക്കിയോ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അല്ലെ. അപ്പൊ ചെയ്യാൻ കഴിയും. എക്സാമിൻ ദ സ്റ്റേജ് ഓഫ് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ ഷോൺ ബിലോ. എന്താണ് താഴെ നൽകിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ ഒന്ന് പരിശോധിക്കാം നമുക്ക് അല്ലെ. ടു പ്രിവെന്റ് ദ സെൽഫ് പൊളിനേഷൻ, റിമൂവ് സ്റ്റെമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ ഈസ് ടു ബി ഡൺ. എന്താണ് ഈ സെൽഫ് പൊളിനേഷൻ തടയുന്നതിന് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ എന്താക്കണം, അത് സ്റ്റേമൻസ് എന്താക്കണം, അത് മുറിച്ചു മാറ്റുകയാണ് അല്ലെ ഫസ്റ്റത്തേതില്. ഇനി അടുത്ത എന്താണ്? ദ ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെന്റ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം ദ അതർ ഫ്ലവേഴ്സ് ഫാളിംഗ് ഓൺ ഇറ്റ്. എന്താണ് ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എത്താതിരിക്കാൻ പൂവ് എന്താണ് പൊതിഞ്ഞു കെട്ടുകയാണ് അല്ലെ. പിന്നെയോ pollen grains from flowers of a plant belonging to the same species but having different qualities are collected using brush. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയുടെ പൂവിൽ നിന്ന് എന്താണ് ഈ പോളൻ ഗ്രെയിൻസ് ബ്രഷിൽ ശേഖരിക്കുകയാണ് അല്ലെ. അടുത്ത പോളൻ ഗ്രെയിൻസ് thus collected are deposited on the stigma of the flower which is to be pollinated artificially. എന്താണ് ശേഖരിച്ച ഈ പോളൻ ഗ്രെയിൻസ് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ നടത്തേണ്ട പൂവിന്റെ സ്റ്റിഗ്മയില് പതിപ്പിക്കുകയാണ്. കണ്ടോ ചിത്രത്തിൽ കണ്ടല്ലേ, അവിടെ പതിപ്പിക്കുകയാണ്. ഇനി ദ ഫ്ലവർ ഈസ് റാപ്ഡ് അഗെയിൻ ടു പ്രിവെന്റ് പൊളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. അപ്പൊ മറ്റു പൂക്കളിൽ നിന്ന് പൊളിനേഷൻ തടയുന്നതിനായി ഈ പൂവ് വീണ്ടും എന്താണ് പൊതിഞ്ഞു കിട്ടുകയാണ് അല്ലെ.
അപ്പോൾ ഇതാണ് എന്ത് സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ. മനസ്സിലായില്ല? ഇനി നോക്കൂ, വെൻ ഷുഡ് ദീസ് ആക്ടിവിറ്റീസ് ബി പെർഫോംഡ്? ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ് കുട്ടിയെ ടിക്ക് മാർക്ക് ഡിസ്കസ് ദ റീസൺ. അനുയോജ്യമായ കോളങ്ങൾ ടിക്ക് അടയാളം ചേർക്കുക കേട്ടോ, കാരണം ചർച്ച ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, എന്താണ് പൂവ് വിരിഞ്ഞ ഉടനാണോ? ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, പൂവ് നന്നായി വിരിഞ്ഞ ശേഷമാണോ? വെൻ ദ ഫ്ലവർ ബിഗിൻസ് ടു വിതർ, എന്താണ് പൂവ് വാടാൻ തുടങ്ങുമ്പോഴാണ്. എപ്പോഴാണ് ഈ ആക്ടിവിറ്റി നടത്തേണ്ടത്? സാധാരണ പൂവൊക്കെ വിരിഞ്ഞതിന് ശേഷമാണ് അല്ലേ. ഹൈബ്രിഡൈസേഷൻ നോക്കൂ, അപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ ഹൈബ്രിഡൈസേഷൻ എന്താണ്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പൊളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് which have different qualities and belong to the same species. From the seeds thus produced, those with superior quality are collected. These are the hybrid seeds. എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ എന്താണ് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ സീഡ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്ത് ഹൈബ്രിഡൈസേഷൻ. എന്താണ്? ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്ത് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, from the seeds thus produced, those with the superior quality are collected. These are the hybrid seeds. അല്ലെ? അപ്പൊ എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് എന്ത് ഹൈബ്രിഡ് സീഡ്സ്. മനസ്സിലായല്ലോ? അപ്പൊ ഹൈബ്രിഡൈസേഷൻ ഹൈബ്രിഡ് എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഇനി ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സർട്ടൻ ഹൈബ്രിഡ് സീഡ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? ചില ഹൈബ്രിഡ് വിത്ത് സീഡ്സ് പരിചയപ്പെടാം. പ്ലാന്റ്സ് ഹൈബ്രിഡ് സീഡ്സ് നോക്കാം. ചില്ലിന്റെ ഹൈബ്രിഡ് സീഡ്സ് എന്താണ്? മുളകിന്റെ ഉജ്ജ്വല, ജ്വാലമുഖി അല്ലെ. ഇനി പ്ലാന്റ് പി, പയറ്, അതിന്റെ ഹൈബ്രിഡ് സീഡ്സ് ഏതാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി അല്ലെ. ഇനി പാഡി, നെല്ലിൻ്റെത് പവിത്ര, അന്നപൂർണ. ഓക്കെ, ഇനി കോക്കനട്ടിൻ്റെത് ഹൈബ്രിഡ് സീഡ്സ് ഏതാ? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര അല്ലെ. അടുത്ത ലേഡീസ് ഫിംഗർ, വെണ്ടന്റെ ഏതാണ്? സൽകീർത്തി, കിരൺ. ഓക്കെ, ഇതാണ് ചന്ദ്രലക്ഷ്മിയും ഭാഗ്യലക്ഷ്മിയും ഒക്കെ കേട്ടോ. ഓക്കെ, then it is in agricultural research centers that superior quality seeds are produced through hybridization. എന്താണ് ഈ ഹൈബ്രിഡൈസേഷനിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് അല്ലെ. The seeds thus produced are distributed to farmers. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ എന്താണ് ഈ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ. എവിടെയാണ്? കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് ഈ വിത്തുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളൊക്കെ എന്താണ് ഈ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ. ദെൻ ദ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ എവിടെ നോക്കാം നമുക്ക് അല്ലെ. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, KAU, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശ്ശൂർ അല്ലെ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചറൽ research center in Kerala. The main activities are conducting researches on varieties of crops, animals, birds, etc. and knowledge dissemination programs. Regional research centers of Kerala Agricultural University are functioning in different parts of the state. എന്താണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ആണ് കേരള കാർഷിക സർവകലാശാല അല്ലെ. എവിടെയാണ്? എന്താണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആണ് എന്ത് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ കേരളത്തിൽ അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആണ് അല്ലെ. പിന്നെ ദ മെയിൻ ആക്ടിവിറ്റീസ് എന്താണ്? കേരള കാർഷിക സർവകലാശാല വിവിധ ഇനം വിളകളും അതുപോലെ ആനിമൽസ്, ബേർഡ്സ് മുതലായവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ എന്താണ് അവിടെ നടത്തുന്നുണ്ട്. പരിപാടികളാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് എന്ത് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്താണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താക്കുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ദെൻ സെൻട്രൽ ട്യൂബേഴ്സ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. കൾട്ടിവേഷൻ റിസർച്ചസ് ഓൺ ട്യൂബേഴ്സ് ക്രോപ്സ് ആർ കണ്ടക്ടഡ് ഹിയർ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ ഈ CTCRIയിൽ നടക്കുന്നത് അല്ലെ. കൾട്ടിവേഷൻ റിസർച്ച് ഫോർ ഓൺ ട്യൂബർ ക്രോപ്സ് കേട്ടോ. അവിടെ CTCRIയിൽ നടക്കുന്ന ട്യൂബർ ക്രോപ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. റിസർച്ചും കൾട്ടിവേഷനും ആണ്. ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRII, കോട്ടയം അല്ലെ.
അതവിടെ എന്താ നടക്കുന്നത്? ഡെവലപ്സ് ഹൈ yielding വെറൈറ്റീസ് ഓഫ് റബ്ബർ പ്ലാന്റ് സൂട്ടഡ് ഫോർ ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയാസ്. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ അവിടെ വികസിപ്പിക്കുന്നു. RRII അല്ലെ. ഈ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI കാസർഗോഡ് അവിടെ എന്താ നടക്കുന്നത്? കണ്ടക്ട് റിസർച്ചസ് ഓൺ കോക്കനട്ട്, അർക്കാനട്ട് ആൻഡ് കൊക്കോ അല്ലെ. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണമാണ് എന്ത്? CPCRI കാസർഗോഡിൽ നടത്തുന്നത് അല്ലെ. ഇതെന്താണ്? CPCRI കാസർഗോഡ് അല്ലെ. ഇവിടെയാണ് എന്ത്? ഈ തെങ്ങ്, കവുങ്ങ്, കൊക്കോ ഒക്കെ ഇതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നത് ഇവിടെയാണ് അല്ലെ. ഈസ് ദർ എനി അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ഉണ്ടോ? ഓർഗനൈസ് എ സ്റ്റഡി ടൂർ ടു ആൻ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ഓർ എ പ്ലാന്റ് നഴ്സറി. എന്താ? കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലേക്കോ നഴ്സറിയിലേക്കോ ഒരു പഠനയാത്ര സംഘടിപ്പിക്കുക. പ്ലാൻ നഴ്സറിയിൽ കേട്ടോ, അല്ല മറ്റേ നഴ്സറി അല്ല, പ്ലാൻ നഴ്സറി, ചെടികളൊക്കെ ഉള്ള നഴ്സറിയിലേക്ക് അല്ലെ, ചെടികൾ വളർത്തുന്ന നഴ്സറിയിലേക്ക് ഒരു സ്റ്റഡി ടൂർ സംഘടിപ്പിക്കുക. ഡിസ്കസ് ദ കളക്റ്റഡ് ഡാറ്റ ഇൻ ദ ക്ലാസ് റൂം. എന്നിട്ട് എന്താക്കുക? ശേഖരിച്ച വിവരങ്ങളൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക കേട്ടോ. ദെൻ സീഡ് ആൻഡ് yield, വിത്തും വിളവും അല്ലെ. ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ചിൽഡ്രൻ. നോക്കൂ, ഈ കുട്ടികൾ പറയുന്ന സംഭാഷണം ശ്രദ്ധിക്കേ. This is a variety of a സൽകീർത്തി. See, the plant is full of fruits. Do you see that? എന്താണ്? ഇത് സൽകീർത്തി ഇനമാണ്, നിറയെ കായ്കൾ കണ്ടോ? ഇവിടെ നമ്മൾ സൽകീർത്തി വെണ്ടേന്റെ പറഞ്ഞിനി അല്ലെ മോള്. ഇതാക്കണല്ലേ ലേഡീസ് ഫിംഗർ എന്താ? സൽകീർത്തി അല്ലെ. അപ്പൊ എന്താണ് സൽകീർത്തി ഉള്ള എന്താണ്? ഹൈബ്രിഡ് സീഡ്സ് ആണ് ഇത് എന്നാണ് ഈ കുട്ടി പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഇതിൽ ഫുള്ള് ഫ്രൂട്ട്സ് ആണെന്ന് പറയുന്നില്ലേ? ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. ഡു യു സീ ദാറ്റ് അല്ലെ. ഇതിൽ നിറയെ കായ്കൾ കണ്ടോന്ന് ചോദിച്ചില്ലേ. അപ്പൊ ഈ ആൺകുട്ടി ബോയ് എന്താ പറയുന്നത്? I had also planted സൽകീർത്തി but the yield is low. പക്ഷെ ഞാനും എന്താ സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷെ വിളവ് കുറഞ്ഞു പോയില്ലേ. ഇതേ അളവിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ഇവിടെ ആകെ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ. സൽകീർത്തി തന്നെ ഇവനും നട്ടത് അല്ലെ. പക്ഷെ എന്താ ഇവന് അതേ കിട്ടിയില്ല അല്ലെ. പക്ഷെ ഇവക്ക് എന്താ കുറെ കിട്ടിയില്ല. ബോത്ത് ഓഫ് ദം പ്ലാന്റഡ് ദ സെയിം വെറൈറ്റി ഓഫ് എ ലേഡീസ് ഫിംഗർ അല്ലെ. രണ്ടുപേരും നട്ടത് എന്താ? ഒരേ ഇനം വെണ്ട തന്നെയാണല്ലോ. ഈവൻ ദെൻ ദ yield ഫ്രം ദ പ്ലാന്റ് ഓഫ് വൺ ചൈൽഡ് ഈസ് ലോ. വാട്ട് മേ ബി ദ റീസൺ? എന്നിട്ടും ഒരാൾക്ക് ഉൽപാദനം കുറയാൻ കാരണം എന്താവും? Can good quality seeds alone give a better yield? What other things are to be considered for a better yield? Write them in the science diary. എന്താണ്? മികച്ച വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്? നിങ്ങളുടെ ബുക്കിൽ എഴുതുക അല്ലെ. എന്തൊക്കെ വേണം? ഫെർട്ടൈൽ സോയിൽ അല്ലെ, നല്ല വളക്കൂറുള്ള മണ്ണ് വേണം, പെസ്റ്റ് കൺട്രോൾ അല്ലെ, കീട നിയന്ത്രണം വേണം അല്ലെ. എന്താണ്? കീടങ്ങളൊക്കെ എന്താക്കണം? ഒഴിവാക്കണം അല്ലെ. അതിനൊക്കെ കൊല്ലണം, അങ്ങനെയൊക്കെ ചെയ്യണം അല്ലെ. എന്നാലേ നല്ല വിളവ് ലഭിക്കുള്ളൂ. ഇതെന്താ? ഫെർട്ടൈൽ സോയിൽ. പ്രോപ്പർ അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ബെറ്റർ yield. Which are the fertilizers commonly used by the farmer of your locality? List them after conducting an interview with the farmers of your locality. എന്താണ്? നല്ല വിളവ് ലഭിക്കാൻ ശരിയായ ഫെർട്ടിലൈസർ വളപ്രയോഗം വേണമല്ലോ. നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ എന്തെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? പ്രദേശത്തെ കർഷകരുമായി നിങ്ങൾ എന്താക്കുക? ഒരു അഭിമുഖം നടത്തിയ ലിസ്റ്റ് ചെയ്യാണ്. അവരെന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെ. കൗഡങ് ഉപയോഗിക്കും അല്ലെ, ചാണകം, പിന്നെ യൂറിയ അല്ലെ, യൂറിയ ഉപയോഗിക്കും. അങ്ങനെ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. അതാ യൂറിയ ഇതാണ് കേട്ടോ. Classify the fertilizers into organic and chemical by examining your list and the pictures given below. എന്താണ്? നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്നിവ പരിശോധിച്ച് വളങ്ങളെ ഓർഗാനിക്കും കെമിക്കലും, അതായത് ജൈവ വളങ്ങളും രാസവളങ്ങളും എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതാണ് ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയല്ലോ. അപ്പോൾ ഇതിൽ ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്താണ് ഇത്? കമ്പോസ്റ്റ് അല്ലേ. ഇത് ഏതാണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് അല്ലേ. പിന്നെ NPK മിക്സ്ചർ, ഇത് ഏതാണ്? ഓർഗാനിക് ആണോ കെമിക്കൽ ആണോ? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണോ? ഓർഗാനിക് വളമാണോ കെമിക്കൽ വളമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താ? ബോൺ മീൽ, എന്താണ്? എല്ലുപൊടി. ഇത് ഓർഗാനിക് ആണോ? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണോ കെമിക്കൽ ഫെർട്ടിലൈസർ ആണോ? അതുപോലെ ചിക്കൻ മാന്യൂർ, എന്താണ്? കോഴിക്കാഷ്ടം, അത് ഓർഗാനിക് ആണോ കെമിക്കൽ ആണോ? രാസകീടനാശിനിയാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, ഇവിടെ ഓർഗാനിക് ഫെർട്ടിലൈസർ ഏതൊക്കെയാ? കൗഡങ്, പിന്നെന്തൊക്കെയാണുള്ളത്? കെമിക്കൽ ഫെർട്ടിലൈസർ യൂറിയ, പിന്നെന്തൊക്കെയാന്നുള്ളത് എഴുതുക. ഓക്കെ, ഇവിടെ നോക്കൂ. ഫോർ ഫർദർ റീഡിംഗ്, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, എന്താ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ്.
Father of Green Revolution. Dr. M.S. Swaminathan is an agricultural scientist known as the father of Green Revolution in India. He had developed high-yielding seeds and popularized them among farmers and thereby achieved a leap in the area of food production. The efforts made by him helped to overcome poverty in most of the Southeast Asian countries. He was awarded with the Magsaysay World Food Prize and Padma Bhushan. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ 1925 to 2023 അല്ലേ, ഇദ്ദേഹമാണെന്ത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അല്ലേ. അപ്പൊ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആരാ? ഇന്ത്യയിലെ ഈ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ആയിരുന്നു അല്ലേ, നോൺ ആസ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. എന്താണ് ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എന്താണ് ഈ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ആയിരുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാവുകയും ചെയ്തു. തെക്ക് കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. മാഗ്സസേ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ഡോക്ടർ എം എസ് സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ the characteristics of an organic fertilizers and chemical fertilizers are given in the table below. Analyze the table and record your observations in the science diary. എന്താണ് ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറിനും എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്താണ് താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. ഈ പട്ടിക നോക്കിയിട്ട്, അതായത് ഈ ടേബിൾ നോക്കി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഒബ്റ്റെയിൻ ഫ്രം ഓർഗാനിക് മാറ്റർ അല്ലേ. എന്താണ് ഈ ഓർഗാനിക്കിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ത് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലേ. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രി അല്ലേ. എന്താണ് ഈ കെമിക്കൽ ഫെർട്ടിലൈസർ എന്താണ് വ്യാവസായികമായി നിർമ്മിക്കുന്നതാണ് അല്ലേ. അതായത് കെമിക്കൽസ് ഒക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് എന്താണ് വ്യാവസായികമായി നിർമ്മിക്കുന്നു. പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്താ റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, എന്താണ് കൂടുതൽ അളവിൽ വേണ്ടി വരും ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലോ റിക്വയർഡ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി, എന്താ കുറഞ്ഞ അളവിൽ മതി അല്ലെ. പിന്നെ നോട്ട് ഹാംഫുൾ ടു സോയിൽ, എന്താണ് മണ്ണിന് ദോഷകരമല്ല എന്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലെ. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസർ എന്താണ് എക്സസ് യൂസ് ഡെസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ അല്ലെ. അമിതമായ ഉപയോഗം എന്താ മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുകയാണ് ചെയ്യുക അല്ലെ. പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ എന്താ കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണന്റ്, എന്താ ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്താ കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെന്റ്, എന്താ ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാൻ പറ്റുന്നുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസർ എന്താണ് കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണന്റ്, ഒരു നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാൻ കഴിയില്ല. ഓർഗാനിക് ഫെർട്ടിലൈസർ ആണെങ്കിൽ, കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ എന്താ ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാം. ഓക്കെ, ദെൻ ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാവ് ദെയർ ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. എന്താണ് ഈ ഓർഗാനിക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനും അതിൻ്റെതായ എന്താണ് മെറിറ്റും ഡിമെറിറ്റും ഉണ്ട് അല്ലെ, ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ അല്ലെ. ഫാമേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് follow a mixed method of applying more of organic fertilizers and lesser quantity of chemical fertilizers. Farmers also use microbial fertilizers for better yield. എന്താണ് ഇവിടെ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ കൂടുതലും കെമിക്കൽ ഫെർട്ടിലൈസർ കുറവും ഉപയോഗിക്കുന്ന ഒരു സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത് അല്ലെ. അതായത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൂടുതലും ഈ കെമിക്കൽ ഫെർട്ടിലൈസർ കുറവും ഉപയോഗിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എന്താണ് അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി എന്താണ് ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് ജീവാണു വളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ് ഈ ഫാർമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അപ്പോൾ എന്താണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ജീവാണു വളം എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ ദിസ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ മൈക്രോബ്സ് ആർ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. Pseudomonas and Azospirillum are examples of microbial fertilizers. എന്താണ് ഈ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ വളപ്രയോഗ രീതിയാണ് എന്ത് ജീവാണു വളപ്രയോഗം. അതായത് ഈ സൂക്ഷ്മജീവികൾ എന്താണ് ഈ ആപ്ലിക്കേഷൻ ഫെർട്ടിലൈസർ മൈക്രോബ്സ് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ എന്താണ് സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണെന്ത് ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസർ. അതുപോലെ സ്യൂഡോമോണസ്
അസോസ്പൈറില്ലം എന്നിവ ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസറിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. ദെൻ നോക്കൂ ഇവിടെ പെസ്റ്റ് കൺട്രോൾ എന്താണ്? കീടനിയന്ത്രണം അല്ലെ. കീടനിയന്ത്രണം എന്താണ്? അപ്പൊ ഈ പെസ്റ്റ് കൺട്രോൾ എന്നുള്ള ഭാഗം എന്താണ് അടുത്ത വീഡിയോയിൽ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.